ചങ്ങാതിമാരെ നല്ല നെയ്ച്ചോറും കൂടെ ബീഫ് കറി ഒരു രക്ഷയില്ല കേട്ടോ. മാസം എന്ന് പറഞ്ഞാൽ മരണമാസം സംഭവം. ദേ ആ നെയ്ച്ചോറങ്ങ് പൊട്ടിച്ചിട്ട് ദേ ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം ദേ നമ്മുടെ ബീഫ് കറിയും കൂടി ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി കപ്പലിലോടിക്കാനുള്ളൊരു വെള്ളം വായിലുണ്ടാവും. ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു കാരണവശാലും മറക്കരുത് കേട്ടോ. അങ്ങ് തകർത്തങ്ങ് ലൈക്ക് ചെയ്യാൻ എൻ്റെ ചങ്ങാതിമാരെ കിടക്കാച്ച് കമൻറ്റൊക്കെ കിട്ടും. ആദ്യം തന്നെ ദേ റൈസ് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. അത് കൈമ റൈസോ ബസ്മതി റൈസോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനങ്ങ് ഉപയോഗിച്ചു. ദേ ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം റൈസ് നല്ലോണം അങ്ങ് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുക. ആ വെള്ള കളറ് മാറുന്ന രീതിയിൽ അങ്ങ് കഴുകിയെടുക്കുക. ശേഷം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒന്ന് റൈസ് വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ റൈസ് നല്ല സോഫ്റ്റായി കിട്ടും, പെട്ടെന്ന് വേവാൻ എളുപ്പമുണ്ട്. ശേഷം നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ തീപിടിപ്പിക്കൽ ദേ ഇതുപോലൊരു പാത്രം എടുത്ത് വെക്കുക. എന്നിട്ട് ദേ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇവനൊന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് ഓൾ ഗരം മസാലാസായ സിനമണ്, കാടമണ്, ക്ലൗസ്, നട്മഗ്, ബേലീസ്, പെപ്പർ ഈ വക സാധനം എല്ലാം ഇട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇവനൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്ക് നീളത്തിലരിഞ്ഞ് സവോള എടുത്തൊരു മറിക്കുക. സവോളയും ഒന്ന് വരട്ടിയെടുക്കുക. സവോള കളറാവണ്ട, ഒന്ന് വരട്ടി നല്ല രീതിയിൽ അങ്ങ് എടുത്താൽ മതി. അവനൊന്ന് വാടി വരുമ്പോഴേക്ക് അതിലേക്ക് പച്ചമുളക് 2 കീറിയോ 3 കീറിയോ എടുത്തൊരു മറിക്കുക. അവനെ ഒന്ന് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. കണ്ടോ, ഇവനൊന്ന് ലെവലായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതായത് 1 കിലോയ്ക്ക് 1.5 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് കണക്ക്. അതിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം തിളയ്ക്കാൻ വെക്കുക. ദേ ഇതുപോലെ വെള്ളം തിളച്ച് ഈ പാകത്തിലായി വരുമ്പോഴേക്ക് നമുക്ക് അടുത്ത കലാപരിപാടിയായ റൈസ് എടുത്ത് മറിക്കലാണ് അടുത്ത നമ്മുടെ പരിപാടി. ആ റൈസ് എടുത്ത് ദേ ഇതുപോലെ എടുത്തിട്ട് മറിക്കുക. എന്നിട്ട് ദേ സ്ലോ മോഷനിലെങ്കിൽ അവനെ മിക്സ് ചെയ്യുക. ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് സ്ലോ മോഷൻ മിക്സ് ചെയ്ത ശേഷം ഇവൻ്റെ ഒരു കിടുക്ക ഐഡിയയാണ് കുറച്ച് തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് രഹസ്യമായിട്ടിരുന്നോട്ടെ. ആ തേങ്ങാപ്പാലും കൂടെ ഇട്ട ശേഷം ദേ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. തേങ്ങാപ്പാലൊന്നും പിരിഞ്ഞു പോകത്തില്ല, നിങ്ങൾ പേടിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് നല്ല തിക്ക് തേങ്ങാപ്പാലങ്ങ് ചേർത്തു. എന്നിട്ട് ഇവനിങ്ങനെ തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് മല്ലിയിലയും ക്യാരറ്റും പുതിനയിലയൊക്കെ വാരിങ്ങ് ഇത്ര ആവശ്യത്തിന് കിട്ടും. എന്നിട്ട് അവനെയും ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് വറ്റി ഒന്ന് കുറുകി ദേ ഈ രൂപത്തിലും ഭാവത്തിലായി വരുമ്പോൾ ദേ ഇതുപോലെ ഒരു അടപ്പെടുത്ത് വെക്കുക. എന്നിട്ട് മുകളിലേക്ക് ദേ ഇതുപോലെ വെള്ളത്തിലെടുത്ത് വെച്ച് ദം ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി ദേ ഈ രൂപത്തിലും ഭാവത്തിലാക്കിയ ശേഷം നല്ല നെയ്യ് അങ്ങ് മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ല അടിയിലെല്ലാം പിടിക്കും. എന്നിട്ട് ദേ ഫ്രൈ ചെയ്ത ഉണിയൻ വാരി അങ്ങ് വിതറുക. കുറച്ച് കാഷ്യൂനട്ടും കിസ്മസും കൂടെ അങ്ങ് വാരി വിതറുക. എന്നിട്ട് ഇവനെ അങ്ങ് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. കുറച്ച് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്യുമെങ്കിൽ നല്ല മണമായിരിക്കും, ഒരു രക്ഷയുണ്ടാവില്ല എൻ്റെ ചങ്ങാതി. ഇപ്പം നെയ്ച്ചോറിൻ്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിട്ടോ എൻ്റെ ചങ്ങാതി. ഇപ്പം തന്നെ എനിക്ക് കൊതി വന്നിട്ട് രക്ഷയില്ല. ഈ സാധനം അങ്ങ് മിക്സ് ചെയ്യുമ്പോഴും ഈ ഇവനങ്ങ് കലക്കി കൂട്ടി അങ്ങ് എടുക്കുമ്പോഴേക്ക് എൻ്റെ ചങ്ങാതി കിള്ളി പോകും സാധനം. ദേ കണ്ടോ, എന്നിട്ട് ഇതുപോലെ ഇവനെ ഇങ്ങ് എടുത്ത് ഇതുപോലെ പാത്രത്തിലേക്ക് എടുത്തൊരു വയ്ക്കുക. ആവി പറക്കുന്ന ആ നെയ്ച്ചോറങ്ങ് പാത്രത്തിലേക്ക് വീഴുമ്പം ശരിക്കും പറഞ്ഞാൽ കറിയൊന്നും വേണ്ട. എന്നിട്ട് നമ്മുടെ കിടുക്ക ഒരു ബീഫ് കറിയും കൂടെ അങ്ങ് ചേർത്ത സംഭവം വേറെ ലെവലിലേക്ക് പോകും എൻ്റെ ചങ്ങാതി. കിളി എന്ന് പറഞ്ഞത് ഇതിലൊക്കെ കിളി പറക്കും, അതുപോലെ സംഭവം. ഇത് നമ്മുടെ സ്ഥിരം കലാപരിപാടിയാണ്. എന്നാ പറഞ്ഞാലും നിങ്ങൾക്ക് അസൂയോ കുശുമ്പോ അല്ല ദേഷ്യമോ അരിശോ എന്നാ വന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് മിക്സ് ചെയ്ത് ഒരു പിടുത്തങ്ങ് പിടിക്കാം. കൊതി വന്നിട്ട് രക്ഷയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെ ഒരു പിടുത്തം പിടിക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൊതി വരുന്നില്ലേ? അപ്പോൾ ഒന്നൊന്നും നോക്കേണ്ടത് റൈസ് മേടിച്ചോ ഉണ്ടാക്കിക്കോ ചങ്ങാതിമാരെ, കിട്ടുക്ക സാധനം, ഒരു രക്ഷയും.